ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റുട്ടീനൊന്നും അല്ല. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നമ്മൾ ഇച്ചിരി ഗ്രാൻഡായിട്ട് ഇച്ചിരി ഹെവി ആയിട്ടാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് വഴിയേ കാണാം. പിന്നെ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായെന്ന്. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ എണീറ്റ് വന്നേ ഉള്ളൂ. ഇൻട്രോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇൻട്രോ എടുക്കാൻ പൊതുവെ മറന്നു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന പാടെ ജനലും കാര്യങ്ങളൊക്കെ തുറക്കുവാണ്. അമ്മ നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അമ്മയുടെ ഞാൻ തലേ ദിവസത്തേക്ക് കിടന്നപ്പോൾ പറഞ്ഞു, ഞാൻ എണീറ്റ് കഴിഞ്ഞ് ചെയ്തോളാം, അമ്മ അരി അടുപ്പ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതുപോലെ തന്നെ ചെയ്ത്. വീഡിയോ എടുക്കേണ്ട ദിവസം ഞാൻ അങ്ങനെ പറയില്ലെങ്കിൽ അമ്മ നേരെ എണീക്കും, എല്ലാം വേവിച്ചൊക്കെ വെക്കും. അമ്മക്കുള്ള ദോശ ചുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇടിയപ്പത്തിനുള്ള ഇഡ്ഡലിക്കുള്ള മാവാട്ടോ. അപ്പോൾ ഇഡലിക്കും ദോശക്കൊക്കെ ഉപയോഗിക്കാമല്ലോ ഈ മാവ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ മറ്റേ മസാല ദോശയാണ് ഉണ്ടാക്കണത്. അപ്പോൾ മസാല ദോശക്കുള്ള ഗ്രേവി, അതായത് ഫില്ലിങ് റെഡിയാക്കാമെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി കടയിൽ പോയപ്പോൾ അവിടെ ക്യാരറ്റ് തീർന്നായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് ക്യാരറ്റ് ഈ പുറമെയൊക്കെ ചീഞ്ഞതെടുത്ത് മാറ്റി വെച്ചായിരുന്നു വെച്ചാൽ കേട് വന്നത്. അപ്പോൾ അവർ അങ്ങോട്ട് പറഞ്ഞു അതിൻ്റെ ഉള്ളൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് വേറെ കടയിലും കയറാൻ കഴിയില്ലാത്തതുകൊണ്ടും ആ ക്യാരറ്റ് കുറച്ച് എടുത്തുകൊണ്ട് പോകുന്നായിരുന്നു. അതിൻ്റെ ഉള്ളിലൊന്നും കുഴപ്പമില്ല. അതൊക്കെ നല്ലപോലെ ചെത്തി നല്ലപോലെ ക്ലീൻ ചെയ്ത് ഉരുളനും സബോളയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പരിവാക്കി അധികം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കുക്കറെ വേവിക്കാനായിട്ട് കണ്ടിച്ചിടുക കേട്ടോ. പൊതുവെ ഇവിടെ മസാല ദോശ ഇഷ്ടമാണ് എല്ലാവർക്കും, കഴിച്ചോളും. പിന്നെ അവധി ഉള്ളപ്പോഴാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. കാരണം അത് ഉണ്ടാക്കാൻ നിന്ന് ഇച്ചിരി ചടങ്ങൊക്കെ ഉള്ളതുകൊണ്ടാണ് ഡെയിലി ഉണ്ട്. ചിലപ്പോൾ ഉണ്ടാകും കേട്ടോ. അമ്മയും കൂടി കേൾക്കുവാണെങ്കിൽ ഒരുമിച്ച് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡിയാകുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ അത് വെള്ളം ഒഴിച്ച് കുക്കറയിലേക്ക് വെക്കുവാണ്. അപ്പോൾ നമ്മളിന്ന് സാമ്പാറും ചമ്മന്തിയും പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങും കൂടിയാണ് ഇതിന് സൈഡായിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണത്. ചമ്മന്തി എന്ന് വെച്ചാൽ തക്കാളി ചമ്മന്തിയാണ്. വെള്ളച്ചമ്മന്തി നാളത്തെ ഇഡലിക്ക് വേണ്ടി കോമ്പിനേഷൻ ഞാൻ വെച്ചേക്കുവാണ്, നാളെ ഉണ്ടാക്കാമെന്ന് ഓർത്ത്. എല്ലാം കൂടി ഒരുമിച്ചുണ്ടാക്കി വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ വീഡിയോ ഒക്കെ ആയിട്ട്, അതുകൊണ്ടാട്ടോ ഉണ്ടാക്കാതെ. അപ്പോൾ ഞാൻ നേരെ സ്റ്റൗ കത്തിച്ച്, നിങ്ങൾ പറയും പോലെ തീപ്പെട്ടിക്കാണ്, ലൈറ്റർ മേടിക്കാൻ എപ്പോഴും മറക്കുന്നതുകൊണ്ടാട്ടോ മേടിക്കാതെ. അപ്പോൾ തീ കത്തിച്ച് നമ്മൾ കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ സബോളയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും അത് കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് സബോള അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട പച്ചമുളകാണ് നമ്മൾ ഇത്തവണ പോയപ്പോൾ എടുത്താട്ടോ. ഇതിന് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇങ്ങനെ പിടിച്ചെടുത്ത്, അതായത് അരിയാനൊക്കെ എളുപ്പം. മറ്റേത് ഇങ്ങനെ ചുളുങ്ങി പോകുമല്ലോ. അപ്പോൾ അതിന് ഫിസിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വേവിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് സാമ്പാർ കഷ്ണവും കൂടി അരിയുന്നുണ്ട്. അരിഞ്ഞ് വെച്ചു കേട്ടോ. തക്കാളി കഴുകിയിട്ടൊന്നും കൂടി കഷ്ണിക്കണം നാലായിട്ട്. അപ്പോൾ ഞാൻ സാമ്പാർ കഷ്ണം നല്ലപോലെ കഴുകുവാണ്. എപ്പോഴും സാമ്പാറാണ് വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഞാനത് തൊലിയും കാര്യങ്ങളൊക്കെ മാറ്റി ഞാൻ അപ്പോൾ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. എന്ന് വെച്ചാൽ പണിമേനക്കേടാണ്. എന്നിട്ട് മൊത്തം എല്ലാ പണിയും കഴിയുമ്പോൾ മൊത്തം ഒന്നും കൂടി ക്ലീൻ ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ഇത്രയും സ്പേസല്ലേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ, അരിയാനും പാത്രം വെക്കാനൊക്കെ. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിസിൽ എയർ കളഞ്ഞ് നമ്മളത് തുറക്കും കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഉടച്ചെടുത്താൽ മതി. ഞാൻ പച്ചമുളകും കാര്യങ്ങളൊന്നും അതിനിട്ടിട്ടില്ല, വേവിക്കാനായിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞ് നമ്മൾ സിങ്കിൽ തന്നെയാണ് ഊറ്റണം. സിങ്കിൽ എപ്പോഴും ആഴ്ച 1-2 പ്രാവശ്യമെങ്കിലും ചൂടുവെള്ളം ഒഴിക്കണമെന്നാണ് പറയണത് കേട്ടോ, അണുക്കളും കാര്യങ്ങളൊക്കെ പോകാൻ. അപ്പോൾ ഞാനിങ്ങനെ കഴുകണ ചൂടുവെള്ളമൊക്കെ അതിനകത്തേക്ക് തന്നെ ഒഴിക്കും, വല്ല അണുക്കളൊക്കെ ആണെങ്കിൽ പൊക്കോട്ടെ എന്ന് ഓർത്ത്. അപ്പോൾ ചിലപ്പോൾ തിളപ്പിച്ച് ഒഴിക്കാറുണ്ട്. പൈപ്പ് അങ്ങനെ ഉരുകൊന്നുമില്ല, നല്ല കട്ടിയുള്ള പൈപ്പല്ലേ അകത്തിട്ടേക്കണം. അപ്പോൾ അങ്ങനെ ഉരുകാറൊന്നുമില്ല. ഞാനൊരു തവി എടുത്ത് നല്ലപോലെ ഉടച്ച്, ഇത് മറ്റേ റോസ് കളർ പരിപ്പാണ് സാമ്പാറിനകത്തേക്കൊക്കെ ഇട്ടത് കേട്ടോ. മുഖത്ത് ഈ പരിപ്പ് ഫേഷ്യലിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അടിപൊളിയാണ്. ആ അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ ഈ പരിപ്പ് വെച്ച് നമ്മൾ ഫേഷ്യലോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ. നിങ്ങളൊന്ന് യൂട്യൂബ് നോക്കിയാൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. ഞാൻ മിക്കപ്പോഴും ഈ പരിപ്പാണ് ഇവിടെ മേടിക്കാറ് മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ ഹോംലി ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണം മുഖത്ത് കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണമൊക്കെ പരിപ്പിനകത്തിട്ട് പരിപ്പും കഴുകി കഷ്ണമൊക്കെ കഴുകി. ഇനി ആ തക്കാളി ഒന്ന് ചെറുതായിട്ട് കണ്ടിക്കണം. പിന്നെ കണ്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെന്ത് വരുമ്പോൾ അത് ഉടഞ്ഞോളും. പിന്നെ കൈ വെച്ചൊന്ന് ഉടച്ച് കൊടുത്താൽ മതി, അത് കലങ്ങിക്കോളും സാമ്പാറിനകത്തേക്ക്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മസാലപ്പൊടിയും, അതായത് സാമ്പാർ പൊടിയൊക്കെ ഇട്ടാണ് ഞാൻ ഇത്തവണ വേവിക്കുന്നത്. അപ്പോൾ വിധുക്കൂട്ടൻ അടി വന്നിട്ടുണ്ട്, നിൽക്കാനിട്ടിട്ടില്ല കേട്ടോ. ഓരോന്നൊക്കെ എന്നോട് പറയുവാണ്, ലോട്ടറി അതും ഇതൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാറിലേക്ക് വേണ്ട മല്ലിപ്പൊടി മുളക് പൊടി ഇടിയല്ലോ, ഞാൻ സാമ്പാർ പൊടി ഇടുവാട്ടോ. അപ്പോൾ ഈ സാമ്പാർ പൊടി ഇടാണ്ട് വേവിക്കുമ്പോൾ എനിക്ക് ആ കഷ്ണം വെളുത്തിരിക്കുമ്പോൾ തോന്നും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സാമ്പാർ പൊടിയും കൂടി ഇടാമെന്ന് വിചാരിച്ചത്. എല്ലാ പാത്രവും കൂടി ഇങ്ങനെ അടിഞ്ഞടിയിരിക്കുന്നതുകൊണ്ട്
സൗകര്യമില്ല. എന്നാൽ തട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും എനിക്ക് ആ സൗകര്യം മതിയായി അല്ല, ഇങ്ങനെ ഓരോ പാത്രമൊക്കെ എടുത്തും പിടിച്ചും വരാൻ നേരത്തെ. അപ്പോൾ ഞാൻ അതിനകത്ത് ചീനിച്ചട്ടി വെച്ചിരുന്നത് നമ്മുടെ മറ്റേ ഫില്ലിങ്ങില്ലേ, ഉരുളക്കിഴങ്ങിനുള്ള ദോശക്കുള്ള ഫില്ലിങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ദേവൻ എണീറ്റിട്ടില്ല, വിധുക്കുട്ടനാണ് എണീറ്റ് വന്നത് രാവിലെ തന്നെ. അപ്പോൾ ഇത് ഉഴുന്നിട്ടിട്ട് ഇടുമ്പോൾ ആ ഉഴുന്ന് ഇങ്ങനെ കടിക്കുമല്ലോ അത് കഴിക്കാൻ നേരത്തെ, എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഉഴുന്നൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് കഴിയുമ്പോഴാണ് കടുകിടാറ്, ഒരു ബ്രൗൺ കളറാകുമ്പോൾ. ആ തവിയെ ഇരിക്കണത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ഉടച്ചതിൻ്റെ കേട്ടോ. ആ തവി കൊണ്ട്, ആ തുളയുള്ള തവി കൊണ്ട് ഉടയ്ക്കുമ്പോൾ നല്ലപോലെ സ്മാഷ് ചെയ്ത് വരും, നന്നായിട്ട് ഒട്ടഞ്ഞ് കിട്ടും. ഇപ്പോൾ കരിവേപ്പിലയും കൂടി ഇടുക. ഇപ്പോൾ ഓൾറെഡി കടി കിട്ടല്ലോ. ഇനി ആ സബോളയും കാര്യങ്ങളും അതിനകത്താട്ടോ ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വാട്ടുമ്പോഴാണ് ഇടണം, വേവിക്കണതിനകത്ത് ഞാൻ ഇടാറില്ല, അങ്ങനെ ആരും ഇടാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല പോലെ ഇളക്കുക. അധികം നല്ല പോലെ വാടണ്ട കേട്ടോ, മസാലയൊക്കെ അങ്ങനെ വാടി ഞാൻ കണ്ടിട്ടില്ല. ഒരു പച്ചപ്പ് ചുവക്കണ സബോളയാണ് മസാല ദോശയൊക്കെ തിന്നുമ്പോൾ നമുക്ക് അകത്ത് കടിക്കാൻ കിട്ടാറ്. അപ്പോൾ ഞാൻ ആ ഉടച്ച് വെച്ചേക്കണ ഗ്രേവിയും കൂടി ഇടും. ഇത് മതിയായി. ദേവന് വൈകുന്നേരം ദോശ ചോദിച്ചായിരുന്നു, ഞാനത് കുറച്ച് ഫില്ലിങ്ങല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു മസാല ദോശയൊക്കെ അല്ലേ തിന്നുള്ളൂ എന്ന് ഓർത്തപ്പോൾ. അവനിപ്പോൾ മസാല ദോശ ഉണ്ടാക്കുന്ന ദിവസം രാവിലെ മസാല ദോശ, ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ അങ്ങനെ തിന്നുള്ളൂ, പിന്നെ ചോറ് തിന്നിയില്ല. പക്ഷെ ഞാനത് ഓർത്തുമില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ. പിന്നെ ക്യാരറ്റാണ് വിധുവിന് ഇഷ്ടം, ഉരുളൻ ദേവന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് ഉരുളൻ. അപ്പോൾ അതുകൊണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ ഇച്ചിരി മാറ്റി വെക്കും കുഴച്ച് കൊടുക്കാനായിട്ട് വിധുക്കുട്ടനൊക്കെ ചോറുണ്ണാൻ നേരത്ത്. ദേവന് ക്യാരറ്റ് അധികം ഇഷ്ടമല്ല. അപ്പം മഞ്ഞപ്പൊടി കളർ കുറവുണ്ടെന്ന് എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട്, മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിച്ചത്. ആ കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു. അതായത് ഗ്രേവി ഇപ്പം നല്ല ഇങ്ങനെ പിടിച്ച് കിട്ടിയ പോലെ ഇങ്ങനെ കട്ടൊക്കെ ആയിരിക്കണം. അപ്പോൾ അതൊന്നും കൂടി കുഴമ്പ് ആയിക്കോട്ടെ എന്ന് ഓർത്താണ് വെള്ളം ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതിന് ഗ്രേവി ഒന്ന് ലൂസായി, അതിന് വേണ്ടിയാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തക്കാളി ചമ്മന്തിയിലേക്കുള്ള തക്കാളി അരിയുമാണ്. പച്ചത്തക്കാളി ഉണ്ടായിരുന്നു, ഞാൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, കിറ്റിൻ്റെ കൂടെ മേടിച്ചപ്പോൾ പച്ചത്തക്കാളി ആയിരുന്നു കിട്ടിയത്. ഈ 60 രൂപയ്ക്കോ 70 രൂപക്കൊക്കെ തലയുള്ള പറമ്പിൽ കിറ്റ് തൂക്കി കൊടുക്കും, പച്ചക്കറി കിറ്റ് 50 രൂപക്കൊക്കെ. അപ്പോൾ അത് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിറച്ചും ഇങ്ങനെ ക്യാപ്സിക്കം ഇരിക്കുന്ന പോലെ പച്ചത്തക്കാളി ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ കശുവണ്ടി ഒന്നും ഇടാണ്ടാണ്, അതായത് കാഷ്യൂ ഒന്നും ഇടാണ്ടാണ് ഈ ചമ്മന്തി അരക്കണം. ഞാനിത് കണ്ടുപിടിച്ചത് മുക്തയുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഡെയിലി അങ്ങനെ ഉണ്ടാക്കും. ചേട്ടായിക്കൊക്കെ ഇഷ്ടമാണ്, അമ്മയ്ക്കും ദേവനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശ ഇഡലി ഉണ്ടാക്കുന്ന സൈഡായിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കും. വെള്ളച്ചമ്മന്തി ഇപ്പോൾ ഇത് ഉണ്ടാക്കണതുകൊണ്ട് അത് ഉണ്ടാക്കാറില്ല. ഇതും സാമ്പാറും ആയിരിക്കും കൂടുതലും നമ്മൾ ഉണ്ടാക്കണത്. ചോറിൻ്റെ കൂടെ തിന്നാനും ഈ ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ തിന്നുമായിരുന്നു. ഡയറ്റ് ആയിരിക്കുമ്പോൾ ഇഡലി ആണെങ്കിൽ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ ഈ കറിയും കൂട്ടി ഈ ചമ്മന്തിയും കൂട്ടി തിന്നും. അപ്പോൾ ഞാൻ അത് വഴട്ടാനായിട്ട് ഇതിനകത്തും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് പുളി ഇപ്പോൾ തക്കാളി ആയതുകൊണ്ട് ഇടണ്ടല്ലോ, ബാക്കി ഇതേപോലെ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇടാറുള്ളൂ. ഞാൻ ചിലവരിനകത്ത് കാഷ്യൂവും കൂടി ഇട്ട് അരയ്ക്കാറുണ്ട്, ഞാനത് ഇടാറില്ല. ഉള്ളപ്പോൾ 1-2 ഇടും കേട്ടോ, അത്രയേ ഉള്ളൂ. മുളക് ഇച്ചിരി കുറച്ച് നിൽക്കണതാണ് നല്ലത്. ഇപ്പോൾ ആ പച്ചയും ചുവലയൊക്കെ വന്നപ്പോൾ ക്യാപ്സിക്കം കിടക്കും പോലെ കിടക്കണേ, പക്ഷെ അത് തക്കാളി തന്നെയാണ്. കുറച്ച് മല്ലിയില മെയിനാണ്. ഒരു തുണ്ട് പുതിനയിലയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഞാനത് ഇടാറില്ല, ചേട്ടായിക്ക് അലർജി ആയതുകൊണ്ട് ഇട്ടിട്ടില്ല. നല്ല പോലെ കുഴയണമെന്നൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയാൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കാനുള്ള. ചിലപ്പോൾ ഞാൻ തേങ്ങാപ്പീര ഇടാറുണ്ട് കേട്ടോ. തേങ്ങയുടെ ക്ഷാമം മൂലം തേങ്ങ ഇട്ടിട്ടില്ല, തേങ്ങ ചിരങ്ങി ഇട്ടിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് അത് ഇടാറുണ്ട്. ഇച്ചിരി കൂടി തിക്ക് ഗ്രേവിയും ക്വാണ്ടിറ്റിയും വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വാട്ടിയിട്ടാണ് മിക്സിയിലിട്ട് അടിക്കാറ്. അപ്പോൾ സാമ്പാർ കഷ്ണമൊക്കെ അവിടെ വെന്ത് വന്നായിരുന്നു, കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് അത് വാട്ടാനായിട്ട്, അതായത് ഉള്ളി കടുക് വറുക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ അതും വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി മൂപ്പിച്ച്. കായം ഇവിടെ കാണാറില്ല, അതുകൊണ്ട് കായം ഞാൻ ഇടാറില്ല. കായത്തിൻ്റെ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമല്ല. ചിലപ്പോൾ ഇടും കേട്ടോ, ചിലപ്പം തോന്നലാണ്, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ ആ കടുക് വറുത്തതും കൂടി സാമ്പാറിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിക്കണം. അതിനകത്ത് ഞാൻ പുളി ഒഴിച്ചായിരുന്നു സാമ്പാറിനകത്ത്, നല്ലപോലെ ഇളക്കണം. അപ്പോൾ സാമ്പാർ റെഡിയായി, അത് മൂടി വെച്ചു. ഇനി ഇത് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്.
ഇനി അതും ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് ദോശ ചൂടാം. ദോശയും കൂടി എല്ലാം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. അപ്പോൾ ഞാൻ പാത്രം അടുപ്പ് വെച്ച്, ഈ പാത്രം കണ്ടാലും പേടിക്കൊന്നും വേണ്ട, ഇതിൻ്റെ അകത്ത് അങ്ങനെ വലിയ കുഴപ്പം നല്ലപോലെ ദോശ കിട്ടും കേട്ടോ. പിന്നെ ഇടയ്ക്ക് പാത്രത്തിനൊരു സ്വഭാവ മാറ്റമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ഞാൻ പേടിച്ചാണ് ചൂടുന്നത്. എന്നാന്ന് വെച്ചാൽ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ച ആദ്യത്തെ ദോശയല്ല, അതുകൊണ്ട് അപ്പോൾ നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ അത് എണ്ണയാണ് എനിക്കൊന്നും കൂടി ഇഷ്ടം കേട്ടോ, എണ്ണയുടെ ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ തേക്കുന്നത് നെയ്യാണ്. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇങ്ങനെ മൊരിച്ചെടുക്കണം ഇവിടെ ദേവന് ഇഷ്ടമല്ല, എനിക്കൊക്കെ അങ്ങനെ ഇഷ്ടം. ഇച്ചിരി ദേവന് ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കുന്ന ഇഷ്ടം. ഞാൻ കുറച്ച് ഗ്രേവി കൂടിയൊക്കെ വെച്ച് ദേവനോ വിധുക്കുട്ടനോ ഉള്ളതാണ് എടുക്കുന്നത്. പിന്നെ ഇതുണ്ടാകുമ്പോൾ ഒരാളിങ്ങനെ ചൂടാൻ നിൽക്കണം, ചൂടോടെ. നമ്മൾ മസാല ദോശയൊക്കെ എണീറ്റ് വരുമ്പോൾ ചൂടോടെ തിന്നാനല്ലേ ടേസ്റ്റ്, മസാല ദോശ, നെയ് റോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഒരാൾ ഇതിന് വേണ്ടി തന്നെ ഇങ്ങനെ നിൽക്കണം ചൂടാനായിട്ട്. ചുട്ട് തരുമ്പോൾ നമുക്കിരുന്ന് തിന്നാൻ എന്ത് സുഖം. അപ്പോൾ ഇതാണ് മസാല ദോശ, ചമ്മന്തി, സാമ്പാർ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട. അപ്പോൾ അടുത്ത ദിവസത്തെ ഇരിക്കുവാണ്, ഞങ്ങളെല്ലാവരും കഴിക്കണമല്ലോ. അമ്മയും ഞാനും ദേവനും ഇതും ഉണ്ട്. ചേട്ടാ വൈകി എണീക്കുള്ളൂ. അപ്പോൾ അത് ദോശ ഇങ്ങനെ ചുട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് പ്രോസസ്സ് ഇങ്ങനെ നടക്കും. എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളത് ചുടണമല്ലോ, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 2 ദിവസത്തേക്കുള്ള മാവാട്ടോ അരച്ച് വെക്കണം. അത് ഇന്ന് ദോശയാണെങ്കിൽ നാളെ ഇഡലി, നാളെ ദോശയാണെങ്കിൽ ഇന്ന് ഇഡലി, അങ്ങനെ. അതാകുമ്പോൾ ഇപ്പോൾ 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വരെ നമ്മൾ പേടിക്കണ്ടല്ലോ. അപ്പോൾ ഈ ദോശമാവ് കൊണ്ട് തന്നെ ഇങ്ങനെ പോരും. ചില ദിവസം വൈകുന്നേരം അത് എടുക്കും, അപ്പോൾ തീരും കേട്ടോ. അപ്പോൾ ദേവനും വിധുവും ഞാനും ഒക്കെ കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് പോവാണ്. എൻ്റെ ദോശ അവിടെ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ കൊച്ചി TV ആണ് വെച്ചേക്കണം. ഈ കണ്ട എപ്പിസോഡ് തന്നെ പിന്നെ ദേവൻ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.